ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡേ വിത്ത് ദേവട്ടി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കേസിലെ പെൺകുട്ടി ഒരു മൈനർ ആയതുകൊണ്ട് അവളുടെ യഥാർത്ഥ പേര് പറയുവാനായിട്ട് നമുക്ക് സാധിക്കില്ല. എന്തായാലും നമുക്ക് അവളെ ദയ എന്ന് വിളിക്കാം. ഈ ദയയും അച്ഛനും അമ്മയും താമസിച്ചിരുന്നത് ഒരു 3 നില വീട്ടിലായിരുന്നു. അതിൻ്റെ ഏറ്റവും താഴെയുള്ള നിലയിലാണ് ഇവർ താമസിച്ചിരുന്നത്. മുകളിലുള്ള ബാക്കി 2 നിലകളും വാടകയ്ക്ക് കൊടുത്തിരിക്കുകയായിരുന്നു. അത്യാവശ്യം നല്ല സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു ഫാമിലി തന്നെയായിരുന്നു ദയയുടേത്. ഈ സമയത്ത് ദയ പഠിക്കുന്നത് 5ാം ക്ലാസ്സിലായിരുന്നു. ഏകദേശം 10 വയസ്സാണ് അവളുടെ പ്രായം. ഈ സമയത്ത് തന്നെ അവൾ പ്രായപൂർത്തിയാവുകയും ചെയ്തിരുന്നു. ഇത്ര ചെറുപ്പത്തിലെ പ്രായപൂർത്തിയായെങ്കിലും മാതാപിതാക്കളുടെ കണ്ണിൽ അവൾ ഒരു കുട്ടി തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മാതാപിതാക്കൾ പുറത്തു പോകുമ്പോൾ, അതായത് കടയിലോ മറ്റിടങ്ങളിലോ പോകുമ്പോൾ ഈ കുട്ടിയെ അടുത്തുള്ള വീട്ടിലോ അല്ലെങ്കിൽ മേലെയുള്ള ബാക്കി 2 വീടുകളിലോ ആക്കിയിട്ടാണ് ഇവർ സാധാരണയായിട്ട് പോവാറ്. കുറച്ചു നാളുകൾക്ക് ശേഷം ഈ ദയ എന്ന് പറയുന്ന പെൺകുട്ടി മെല്ലെ മെല്ലെ ക്ഷീണിക്കാനായിട്ട് തുടങ്ങി. നല്ല രീതിയിൽ ഈ കുട്ടി മെലിഞ്ഞു പോവുകയാണ്. ഒപ്പം തന്നെ അവളുടെ വയറും ഉന്തി പുറത്തേക്ക് വരുന്നുമുണ്ട്. എന്നാൽ മാതാപിതാക്കൾ ഇതൊട്ടും തന്നെ അത്ര കാര്യമാക്കി എടുത്തില്ല. എന്നാൽ 2022 സെപ്റ്റംബർ മാസത്തിൽ ഈ വയറ് നല്ല രീതിയിൽ തന്നെ പുറത്തോട്ട് ഉന്തി വരാനായിട്ട് തുടങ്ങി. ആകെ പേടിച്ചുകൊണ്ട് തന്നെ ഈ മാതാപിതാക്കൾ തന്റെ മകളുമായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ഉണ്ടായത്. ഹോസ്പിറ്റലിലെത്തി ഡോക്ടർ പല ചെക്കപ്പുകളും നടത്തി, ഒപ്പം തന്നെ പ്രഗ്നൻസി ടെസ്റ്റ് കൂടി നടത്തി. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഈ പെൺകുട്ടി 7 മാസം പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം. ജനുവരി മാസത്തിലാണ് ഈ കുട്ടി പ്രഗ്നന്റ് ആയിരിക്കുന്നത്. മാത്രമല്ല വളരെ നോർമൽ ആയിട്ടാണ് വയറിനുള്ളിൽ കുട്ടി ഇരിക്കുന്നതെന്നും ഡോക്ടേഴ്സ് പറഞ്ഞു. പിന്നീട് ഈ രക്ഷിതാക്കൾ ദയയോട് ചോദിക്കുന്നുണ്ട്, എന്താണ് സംഭവിച്ചത് മോളെ എന്ന്. അപ്പോൾ ഇതിന് മറുപടിയായി ദയ പറയുന്നത്, അച്ഛനും അമ്മയും പുറത്തു പോകുമ്പോൾ എന്നെ പലയിടങ്ങളിലാക്കി പോകാറില്ലേ, അങ്ങനെ 2ാം നിലയിലെ ഒരു വീട്ടിലാക്കി പോകാറുണ്ട്. അവിടെ 2 സഹോദരങ്ങളാണ് താമസിച്ചിരുന്നത്. ആദ്യത്തെ ആൾ പ്രദീപ് കുമാർ, 21 വയസ്സാണ് പ്രായം. രണ്ടാമത്തെ ആൾ ദിലീപ് കുമാർ, 19 വയസ്സാണ് പ്രായം. അവർ 2 പേരും തന്നെ തന്റെ സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിച്ചിരുന്നു എന്ന് പെൺകുട്ടി തന്റെ അമ്മയോട് വെളിപ്പെടുത്തുകയാണ്. അതോടുകൂടി ഈ മാതാപിതാക്കൾ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുകയും ഒരു പരാതി നൽകുകയും ചെയ്തു. ഉടനെ തന്നെ പോലീസുകാർ ഈ 2 പേരെയും അറസ്റ്റ് ചെയ്യുകയാണ്. അവരെ നല്ല രീതിയിൽ തല്ലി ചതച്ചുകൊണ്ട് തന്നെ എന്താണ് സംഭവിച്ചതെന്ന് പോലീസുകാർ ചോദിച്ചറിയുന്നു. ഈ അച്ഛനും അമ്മയും പുറത്തു പോകുന്ന സമയത്ത് മകളെ അവിടെ ആക്കാറുണ്ട്. അങ്ങനെ ആക്കുന്ന സമയത്ത് സെക്സ് എന്താണെന്ന് പോലും അറിയാത്ത ഈ പെൺകുട്ടിയുടെ രഹസ്യഭാഗങ്ങളിൽ ഇവർ സ്പർശിക്കുവാനായിട്ട് തുടങ്ങി. മാത്രമല്ല ആ പെൺകുട്ടിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുവാനും അവർ തുടങ്ങി. ഈ പെൺകുട്ടി പ്രായപൂർത്തി ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിനെക്കുറിച്ച് യാതൊരുവിധ ബോധവും വിവരവും ഒന്നും തന്നെ ഈ പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നില്ല. ഒരു കത്തി കാണിച്ച് ഭയപ്പെടുത്തിയായിരുന്നു ആ പെൺകുട്ടിയോട് ഈ ക്രൂരതകൾ ഇവർ 2 പേരും ചെയ്തിരുന്നത്. ഞങ്ങൾ നിന്നെ ചെയ്ത കാര്യങ്ങൾ പുറത്തു പറയുകയാണെങ്കിൽ നിന്റെ അമ്മയെ കൊന്നുകളയുമെന്നാണ് അവർ ഭീഷണിപ്പെടുത്തിയത്. അമ്മയെ ഒരുപാട് ഇഷ്ടമാണ് ഈ പെൺകുട്ടിക്ക്. അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടി അമ്മയോടെന്നല്ല ആരോടും തന്നെ ഈ ഒരു കാര്യം പറഞ്ഞില്ല. ഇതിനുശേഷം പല പ്രാവശ്യം ഈ പെൺകുട്ടിയെ ഇവർ ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നു. അതിനുശേഷമാണ് പെൺകുട്ടിയുടെ വയറ് വീർത്തു വരുവാനായിട്ട് തുടങ്ങിയത്. പെൺകുട്ടി ആകെ ക്ഷീണിച്ചു. മാത്രമല്ല ഈ പെൺകുട്ടിക്ക് മാസമുറ പോലും കൃത്യമായിട്ട് വരുന്നില്ല. ഈ കാര്യം പോലും തന്റെ അമ്മയോട് ഈ കുട്ടി പറഞ്ഞിരുന്നില്ല. എന്നാൽ പോകവേ ഈ വയറ് മുമ്പോട്ട് തള്ളി വരാൻ തുടങ്ങിയപ്പോഴാണ് മാതാപിതാക്കൾ ഇത് ശ്രദ്ധിക്കുകയും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നത്. അങ്ങനെയാണ് കുട്ടി പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം അറിയുന്നത്. അങ്ങനെ ഈ 2 പേർക്കുമെതിരെ പോലീസുകാർ പോസ്കോ ആക്ട് പ്രകാരം കേസെടുത്തു. വളരെ പെട്ടെന്ന് തന്നെ തെളിവുകൾ ശേഖരിക്കാനും പോലീസുകാർക്ക് സാധിച്ചു. അങ്ങനെ ഈ കേസ് വളരെ പെട്ടെന്ന് തന്നെ കോടതിയിലേക്ക് എത്തി. ഈ കേസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സിസേറിയനിലൂടെ ഈ പെൺകുട്ടി ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. ഈ കുഞ്ഞിനെ വളർത്തുന്ന കാര്യത്തിൽ ദയയുടെ മാതാപിതാക്കൾക്ക് യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിനെ കുട്ടികളില്ലാത്തൊരു ദമ്പതികൾക്ക് നൽകുകയാണ് ഉണ്ടായത്. ഇനി അറിയേണ്ടത് ഈ 2 പേരിൽ ആരാണ് കുട്ടിയുടെ അച്ഛൻ എന്നാണ്. അതിനായിട്ട് കുട്ടിയുടെ DNA തന്നെ ഈ 2 പേരുടെയും DNA മാച്ച് ചെയ്തിരുന്നു. അങ്ങനെ ഈ ദിലീപ് കുമാർ, അതായത് 19 വയസ്സുള്ള ദിലീപ് കുമാർ ആണ് ഈ കുട്ടിയുടെ അച്ഛൻ എന്ന് കണ്ടെത്താനായിട്ട് സാധിച്ചു. അങ്ങനെ പെട്ടെന്ന് തന്നെ ഈ കേസിന് വിധി നടപ്പാക്കി. 2 പേർക്കും ജീവപര്യന്തം ശിക്ഷയും 50,000 രൂപ പിഴയുമാണ് കോടതി വിധിച്ചത്. തെളിവുകളെല്ലാം തന്നെ സ്ട്രോങ് ആയതുകൊണ്ട് കേസ് പെട്ടെന്ന് തന്നെ തീർപ്പാവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ഈ 2 പേരെയും പെട്ടെന്ന് തന്നെ ജയിലിൽ അടയ്ക്കാനായിട്ട് സാധിച്ചത്.
ഈ കേസ് നടന്നുകൊണ്ടിരിക്കെ ഈ പെൺകുട്ടി നേരിട്ട് സാക്ഷി പറയാനായിട്ട് എത്തിയിരുന്നു. കരഞ്ഞുകൊണ്ടാണ് ഉണ്ടായ കാര്യങ്ങളെല്ലാം തന്നെ കുട്ടി കോടതിക്ക് മുൻപിൽ പറഞ്ഞത്. ഈ രണ്ടുപേരെ കൂടാതെ തന്നെ ഒരാളെ കൂടി ഈ കുട്ടി പ്രതി ചേർത്ത് പറയുന്നുണ്ട്. അത് മറ്റാരുമല്ല, അവരുടെ വീടിനോട് ചേർന്ന് തന്നെ കട നടത്തുന്ന ഒരു 40-കാരനായ നരേന്ദ്രൻ എന്ന പേരുള്ള ഒരാളാണ്. അയാളും ഈ കുട്ടിയെ ഉപദ്രവിച്ചിരുന്നു എന്ന് ഈ കുട്ടി മൊഴി നൽകി. അയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും കേസ് നടത്തി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്തു. എൻ്റെ അഭിപ്രായത്തിലെ ഈ കേസിലെ പ്രധാന കുറ്റക്കാരി ആ പെൺകുട്ടിയുടെ അമ്മ തന്നെയാണ്. ഈ കാലത്ത് 2 പുരുഷന്മാർക്കൊപ്പം തൻ്റെ പ്രായപൂർത്തിയായ മകളെ ആക്കിയിട്ട് പോകുന്ന ആ അമ്മ, സത്യത്തിൽ അമ്മ തന്നെയാണ് തെറ്റുകാരി എന്നതാണ് എൻ്റെ അഭിപ്രായം. ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റിലൂടെ അറിയിക്കാൻ മറക്കരുത്.